മൂന്നര ആഴ്ചത്തെ പരസ്യ പ്രചാരണത്തിന് നാളെ കൊടിയിറങ്ങുകയാണ്. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി ഈ ഒരു പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് തവണ പരിചയപ്പെട്ട കണ്ട മുഖം തന്നെയാണ് സുധീർ കരമന. ഏറ്റവും അവസാനം വന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. പക്ഷേ ആ അവസാനത്തിന്റെ കണക്കൊന്നും തന്നെ ഇല്ലാതെയായിരുന്നു പ്രചരണ രംഗത്തെ ആവേശമായി സുധീർ കരമനയുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സുധീർ കരമനയാണ്. അവസാനവട്ട ലാപ്പിലാണ്, അവസാനത്തെ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. എപ്പോൾ വരുമ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ടുറപ്പിക്കാനുള്ള കാഴ്ച തന്നെയാണ് കാണുന്നത്. അവസാന വട്ടത്തിലെത്തി. നാളെ പരസ്യ പ്രചാരണം തീരുകയാണ്. ജനം വിധി എഴുതാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ നിലവിലെ അവസാന ലാപ്പ്? വളരെ സന്തോഷമാണ്. നേരത്തെ പറഞ്ഞ 3.5 ആഴ്ചയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് 2 ആഴ്ചയാണ് കിട്ടിയത്. ഈ 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മുമ്പിലെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ വോട്ടേഴ്സിൻ്റെ ഇടയിലെല്ലാം നല്ല പോസിറ്റീവ് റെസ്പോൺസാണ്. അതെല്ലാം വോട്ടായിട്ട് തന്നെയാണ് വരിക. മെജോറിറ്റി കൂട്ടാൻ കഴിയും. നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുള്ള വിജയമാണ് ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു ഡീൽ വിവാദമൊക്കെ നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. വലിയ തരത്തിൽ BJP കോൺഗ്രസ് ഡീലുണ്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ. അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കും. അതിനെതിരെ എല്ലാം ജനം വിധി എഴുതും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 100% ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാര്യം മനസ്സിലാക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാൻഡിഡേറ്റ് ജയിക്കണം എന്നുള്ളത് ജനങ്ങളുടെ തന്നെ ഒരു ആവശ്യമാണ്. പലതരത്തിലുള്ള ഡീൽ വാക്കുകളെക്കുറിച്ചൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അതൊക്കെ നടന്നോട്ടെ. ഞാനിപ്പോൾ അതൊന്നും ബോധേഡല്ല. കാരണം ഞാൻ നമ്മളെ ക്യാമ്പയിനിൽ ബാക്കിയുള്ളവർ എന്താണ് ഈ കാൻഡിഡേറ്റ് എന്നറിഞ്ഞാൽ മതി എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക മുഖമാണ്, സിനിമയുടെ ഒരു മുഖമാണ്, ചിഹ്നവും അതുതന്നെയാണ്. അപ്പോൾ അതൊരു ഇരട്ടി മധുരം തന്നെയല്ലേ? 100% നല്ല ഇരട്ടി മധുരമാണ്. തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീരദേശ പ്രദേശമുണ്ട്, അല്ലാതെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ടൗണുണ്ട്. ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രദേശമാണ്. നേരത്തെ ഇരുന്ന മുൻ MLA ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വല്യതുറയിൽ ആദ്യത്തെ പോർട്ട് നടന്നിടത്ത് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പൂന്തുറയിൽ ഒരുപാട് കാര്യങ്ങൾ, ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള പാർപ്പിട സമുച്ചയത്തിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. വി വാണ്ട് ടു മേക്ക് ഇറ്റ് ആസ് എ പിൽഗ്രിം സിറ്റി ട്രിവാൻഡ്രം. ഇവിടെ നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും വെട്ടുകാടും ഭീമാപ്പള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു പിൽഗ്രിം സിറ്റിയാക്കി മാറ്റാനും ഉള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, ട്രിവാൻഡ്രം ഷുഡ് ബി എവേ ഫ്രം ഡ്രഗ്സ്. കുട്ടികൾക്ക്, രക്ഷകർത്താക്കൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുന്ന, ഇപ്പോൾ സ്വസ്ഥത ഇല്ലെന്നല്ല, നല്ല സ്വസ്ഥമായി ജീവിക്കുന്നു. ആദ്യത്തെ മാതൃക ടൗൺ ആവണം. എ ടൗൺ വിത്തൗട്ട് ഡ്രഗ്സ് എന്ന് പറയുന്ന അതിനുവേണ്ടിയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ ആരംഭിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പ്രോജക്ട്സ് ഉണ്ട്. അതെല്ലാം നടപ്പിലാവും. ലെറ്റ് us wait and see. അതെ, അത്തരത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടി മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൂട്ടി തന്നെയാണ് സുധീർ കരമന ഈ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ 3 ആഴ്ചത്തെ പരസ്യ പ്രചരണം കിട്ടിയിട്ടില്ല സുധീർ കരമനയ്ക്ക്. പക്ഷേ അതൊന്നും തന്നെ 2 ആഴ്ച മാത്രമാണ് കിട്ടിയത്. പക്ഷേ അതൊന്നും തന്നെ ഏൽക്കാതെയാണ് ഈ ഒരു പരസ്യ പ്രചരണം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ തവണ വന്ന് കാണുമ്പോഴും ആ പരസ്യ പ്രചരണത്തിന് യാതൊരു കുറവുമില്ലാതെ വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തകരുമായി, ജനങ്ങളുമായി തന്നെയാണ് എല്ലായ്പ്പോഴും വാഹന പര്യടനവും വോട്ടർമാരിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു സുധീർ കരമനയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്, പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയാണ് സുധീർ കരമന ഈ അവസാന ലാപ്പിലും. ക്യാമറ പേഴ്സൺ ബിച്ചു പൂവച്ചലിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.